മൈക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ചോദിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മൈക്ക് എടുത്തിട്ടൊന്ന് മുട്ടിയാൽ മതി, എന്നിട്ട് സംശയം ചോദിക്കുക. കാണാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ഈ മകനെയും കൊണ്ടുവന്നു, മകൻ്റെ പ്രശ്നം എത്രയായിട്ടും തീരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ മകനോട്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, നമ്മുടെ മക്കളോട് മുതിരുന്ന സമയത്ത് നമ്മൾ സംസാരം വളരെ കുറയും. മക്കളൊരു 13 വയസ്സ് മേലോട്ട് പോകുമ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ സംസാരം വളരെ കുറയും. ഇനി അഥവാ സംസാരിക്കുകയാണെങ്കിൽ എന്താ സംസാരിച്ചിട്ടുണ്ടാകുക? കുറ്റപ്പെടുത്തുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു 2 കാര്യം. ഒന്ന്, നിങ്ങൾ മകനോട് മുഖത്തു നോക്കി പുഞ്ചിരിച്ച് സലാം പറയുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യണം. പ്രഥമ ദൃഷ്ട്യാ പരസ്പരം നിങ്ങൾ കണ്ടുമുട്ടുന്ന സമയം. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്, ഞാൻ രാവിലെ പോകും. എത്ര മണിക്ക് പോകും? 9:30. അപ്പോൾ സുബഹിക്ക് വീട്ടിലുണ്ടാവില്ലേ? ഉണ്ടാകും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ മോനും നിങ്ങളും തമ്മിൽ കാണൂലേ? കാണും. അപ്പോൾ പറയേ, അപ്പോഴാണ് പറയേണ്ടത്. അപ്പം നിങ്ങൾ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചു മുഖം നോക്കുക. പടച്ചോനെ മുഖത്ത് പുഞ്ചിരിക്കേ. ഇവിടെയാണ് പ്രശ്നം. നമ്മൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നല്ല സ്വഭാവമാണ് പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ കാണുമ്പോൾ തബസ്സുമുക ഫീ വജ്ഹി അഖീക സ്വദഖത്തുൻ. അതൊരു ബശാശത്തുക ഫീ വജ്ഹി അഖീക്. ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പരസ്പരം നല്ല രീതിയിൽ പുഞ്ചിരിക്കുന്നത് അത് മഹത്വമുള്ളതാണ്. അത് ആരാന്മാർക്കുള്ളതാണ്, അത് സ്വന്തത്തിൽ പറ്റൂല. ഇത് ആര് പഠിപ്പിച്ചതാ? മാറണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മാറിയേ പറ്റൂ. അപ്പം അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്നു. ഞാൻ ചോദിച്ചു, അയാൾ എൻ്റെ അടുത്ത് വരുന്നത് മോനെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടാ. ഇങ്ങനെ തുടരണോ തീരണോ? പ്രശ്നം തുടരണോ തീരണോ? തീരണം. എന്നാൽ ഇങ്ങനെ ചെയ്യണം. അദ്ദേഹം സമ്മതിച്ചു. രണ്ടാമത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി നിങ്ങൾ മകന് ഫോണ് കൊടുക്കേണ്ട ഫോണ് മാറ്റിവെക്കുക മാത്രം ചെയ്യുക. അപ്പം അദ്ദേഹം പറഞ്ഞു, സതെ നിങ്ങളും വിചാരിക്കുന്നത് പോലെ എൻ്റെ മോൻ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 1000കണക്കിന് കേസ് സ്റ്റഡീസ് തയ്യാറാക്കി പഠിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം. അദ്ദേഹം കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു, വേറെ വഴിയില്ലേ? ഇല്ല. അവസാനം അദ്ദേഹം സെലക്ട് ചെയ്തു. ആഴ്ച 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, 4 ആകുമ്പോഴേക്ക് മകൻ്റെ ഈ പറയപ്പെട്ട വിഷയങ്ങൾക്കെല്ലാം പരിഹാരമായി എന്ന് മാത്രമല്ല, മകന് സ്വന്തമായി ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ പോലും മകൻ അനാവശ്യമായി ഫോൺ ഉപയോഗിക്കുകയില്ല, അതാവശ്യത്തിനും ഉപകാരപ്രദമായും ഉപയോഗിക്കും എന്നിടത്ത് എത്തി. അദ്ദേഹമാണ് ഒരു കമൻ്റ് ചെയ്തത്, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ എൻ്റെ മകനെ തിരിച്ചു കിട്ടി. ഒരു രക്ഷിതാവ് വന്നു, +2 പഠിക്കുന്ന മോനാണ്, അഫയർ കേസിൽ കുടുങ്ങി, നാട്ടിലാകെ വഷളായി, ഇനി എന്ത് ചെയ്യാമെന്നറിയില്ല. നാട്ടിൽ നല്ല തറവാട്ടുകാരാണ് ഞങ്ങൾ, നാട്ടിൽ പേരുള്ളവരാണ്, പക്ഷേ ഈ കേസ് വന്നപ്പോൾ ഞാനാകെ നാണം കെട്ടു. ഈ രക്ഷിതാവ് ഹാപ്പി സോണിൻ്റെ മലപ്പുറം സെൻറ്ററിൽ ഏകദേശം 6-7 നിർമ്മയില്ല അത്രയും സെഷനുകളിൽ വന്നു. അദ്ദേഹം പറയുന്നു, ആ സെഷനുകളിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ മകൻ ഗണ്യമായി മാറി. എന്താ ചെയ്തത്? മകനോടുള്ള പ്രഥമ ദൃഷ്ടിയായുള്ള പെരുമാറ്റത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മാറ്റം വരുത്തി. വേറെ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ മകനോട് ഞാൻ ചോദിച്ചു, എന്താ മോനെ, വാട്ട് യു ഫീൽ നൗ, റൈറ്റ് നൗ, ഇപ്പം നീ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ വാപ്പയിൽ നിന്ന് സത്യത്തിൽ മനസ്സിന് സുഖം നൽകുന്ന ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. ശ്രദ്ധിക്കണേ, ഈ മകന് പറയുന്ന തരത്തിലുള്ള മുന്തിയ ഡ്രസ്സ്, ഏറ്റവും നല്ല ഭക്ഷണം, നല്ല വിദ്യാഭ്യാസം, ഇതെല്ലാം ക്യാഷ് ചെലവഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രക്ഷിതാവിനെ കുറിച്ച് മകൻ പറയുന്നു, എനിക്ക് സുഖം ഫീൽ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഈ 4 ആഴ്ചയായപ്പോൾ എനിക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കിട്ടിയതുപോലെയുണ്ട്. ഞാൻ സംതൃപ്തനാണ്. മകൻ മാറി, ബാപ്പ മാറി. ഒരു +2 പഠിക്കുന്ന കുട്ടി ഒരു കേസിൽ പെട്ടിട്ട് സമനില തെറ്റിയിട്ട് മെഡിസിൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം അത് റിക്കവർ ചെയ്ത് തിരിച്ചു പോരുമ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. എന്താ,
എൻ്റെ പിതാവെങ്ങാനും എന്നോട് നല്ല രീതിയിൽ സമീപിച്ചിരുന്നെങ്കിൽ, അഥവാ മോൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, മോനെ എന്തൊക്കെയുണ്ട് വിശേഷമെന്ന് ചോദിക്കുന്ന ഒരു ബാപ്പയായിരുന്നെങ്കിൽ എനിക്കെൻ്റെ ജീവിതത്തിൽ ഇത്തരം ദുരന്തങ്ങളിൽ ഞാൻ ചെന്ന് പെടുമായിരുന്നില്ല. ഉമ്മമാർ ശ്രദ്ധിക്കേണ്ടത് മക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് മക്കളോട് നിലവാരത്തിൽ സംസാരിച്ച് ശീലിക്കണം, നല്ല നിലവാരത്തിൽ പെരുമാറി ശീലിക്കണം. അതിന് പരിശീലനം ആവശ്യമാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നത് വളരെയേറെ നല്ലതാണ്. നമ്മുടെ ഹാപ്പി സോണിൻ്റെ ട്രെയിനിങ് സെൻ്ററുകൾ അൽഹംദുലില്ലാ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂർ ടൗണിലുണ്ട്, മലപ്പുറത്തുണ്ട്, വണ്ടൂരിലുണ്ട്. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ അൽഹംദുലില്ലാ ഇനിയും വ്യത്യസ്തമായ സെൻ്ററുകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സെൻ്ററുകൾ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിൽ രക്ഷിതാക്കൾക്ക് അധ്യാപക സമൂഹത്തിന് പരിശീലനങ്ങൾ നൽകി വളർന്നു വരുന്ന സമൂഹത്തെ വളരെ എളുപ്പം എങ്ങനെ വളർത്തിയെടുക്കാമെന്നത് വാചികമായി കുറേ പ്രസംഗിക്കുന്നതിന് പകരം പ്രായോഗികമായി ചെയ്ത് കാണിക്കുക. കുറേ പറഞ്ഞിട്ടെന്താ കാര്യം, പറയൽ പിന്നെ ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി കാണിക്കുന്ന, അത് അധ്യാപന രംഗത്തും അങ്ങനെ തന്നെയാണ്. പറയലല്ല, ചെയ്യിപ്പിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള അവസരമാണ്. ഞാൻ ഓഫ് ചെയ്താലേ ചിലപ്പോൾ ചോദിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ക്ലോസ് ചെയ്യും. അസ്സലാമു അലൈക്കും. ചില കുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല, പഠിക്കില്ല. അങ്ങനെയുള്ള കുറേ കുട്ടികളുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള പരിപാടി ഉണ്ടോ? അതിൽ ഈ കുട്ടികൾക്ക് ഏത് വിഷയമാണ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തെന്നൊരു ഉദാഹരണം പറയാമോ? നമ്മളിപ്പോൾ ഒരു അലിഫ് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടി അലിഫ് എന്ന് ശരിക്കും പറയില്ല. കാരണം അപ്പോൾ അവനക്ക് എന്തെങ്കിലും കളിയായിരിക്കും, എൻ്റെ അല്ലെങ്കിൽ. അത് നല്ലൊരു ചോദ്യം. അതായത് ചെറിയ മക്കൾക്ക് അക്ഷരങ്ങൾ, ഇതിൽ രക്ഷിതാക്കളല്ല ചോദിക്കുന്നത്. അവിടെ എനിക്ക് പറയാനുള്ളത്, രക്ഷിതാക്കൾ ഒരിക്കലും മക്കളെ പഠിപ്പിക്കരുത്. രക്ഷിതാക്കൾ എന്തേ ചെയ്യാവൂ, നമ്മൾ ഈ കുട്ടിക്ക് ക്ലാസ് എടുത്തത് ആരാണോ ആ ക്ലാസ് എടുത്ത ഉസ്താദിനെ രക്ഷിതാവ് വിളിക്കണം. എന്നിട്ട് ചോദിക്കണം, ഉസ്താദെ ഇന്ന് ഏത് പാഠമാണ് പഠിപ്പിച്ചത്, ഞാൻ ഈ കുട്ടിയെ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യേണ്ടത്, ഇതാണ് രക്ഷിതാവ് ചോദിക്കേണ്ടത്. വിളിച്ച് ചോദിക്കൽ നമുക്ക് പണിയായിരിക്കും. നിങ്ങൾ വാട്സപ്പ് ചോദിച്ചാൽ മതി. എന്ത് ചെയ്യരുതെന്നറിയോ, വീട്ടിൽ നിന്ന് രക്ഷിതാക്കൾ ഒരിക്കലും കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അധ്യാപകർ ഒരു ഭാഗത്ത് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, ശേഷം അധ്യാപക പരിശീലനം കഴിഞ്ഞു, അതിനുശേഷം ക്ലസ്റ്ററുകളും റേഞ്ചും ഇതെല്ലാം കഴിഞ്ഞു. അവർ പഠിപ്പിക്കുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചാൽ എപ്പോൾ കൊളായി എന്ന് ചോദിച്ചാൽ മതി. ഞാനൊരു ചെറിയൊരു അനുഭവം പറയട്ടെ, പെട്ടെന്ന് മനസ്സിലാകാൻ. ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്ത് അഷ്റഫ് സഖാഫി, അദ്ദേഹം ഒരു ദിവസം ഞങ്ങളിങ്ങനെ മർക്കസ് നോളേജ് സിറ്റിയിലെ ഒരു സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാം, അവിടെ പോയിട്ട് തിരിച്ചു വരാണ്. അപ്പോൾ ഫോണിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടു, സാറേ രക്ഷിതാവ് പറയുന്നത് ഈ കുട്ടി പഠിക്കുന്നില്ല, 1ാം ക്ലാസ്സാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളെ അഭിപ്രായം എന്താ, കുട്ടി പഠിക്കുമോ? ഓ പഠിക്കും. അപ്പം ഞാൻ പറഞ്ഞു, നാളെ നിങ്ങൾ ഈ കുട്ടീൻ്റെ എഴുത്തും വായനയും നോക്കണം. റെഡി ആയിരിക്കുമോ? ആ റെഡി ആയിരിക്കും. എന്നാൽ അത് വീഡിയോ എടുക്കണം, വായിക്കുന്നതും എഴുതുന്നതും. എന്നിട്ട് ഉമ്മാക്ക് അയച്ചു കൊടുക്കണം. രക്ഷിതാവാണ് പറയുന്നത്, രക്ഷിതാവിന് അയച്ചു കൊടുക്കണം. രക്ഷിതാവിന് അയച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയോട് ചോദിക്കണം, എന്താ മോനെ വീട്ടിൽ നിന്ന് പഠിക്കാത്തത് എന്താ? അപ്പോൾ ഈ കുട്ടിയോട് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ആ തള്ളൊന്ന് സമ്മതിക്കേണ്ട പഠിക്കാനെന്ന്. ഇതിങ്ങനെ ബെൽറ്റും പിടിച്ച് തല്ലുകയല്ലേന്ന്. അപ്പോൾ ഈ ഉമ്മാനോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കുട്ടിയെ തല്ലാറുണ്ടോ? അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, ഞാനിങ്ങനെ ബെൽറ്റ് പിടിക്കലേ ഉള്ളൂ, തല്ലലില്ല. അപ്പോൾ മൂത്ത കുട്ടി പറഞ്ഞു, അല്ല ഉസ്താദേ തല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയാ പ്രശ്നം? ഒരു കുട്ടിയോട് നമുക്കറിയില്ല, എങ്ങനെ സംസാരിച്ചാലാണ് കുട്ടി അത് ചെയ്യാമെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്നറിയോ, ഒരു കുട്ടിയോട് പഠിക്കുന്നത് മുടക്കാനുള്ള പരിപാടിയാണ് പഠിക്കുമെന്ന് പറയൽ. ഉദാഹരണത്തിന് ഇവിടെ എല്ലാവർക്കും ലഡു തരുന്നുണ്ട്, എല്ലാവരുടെ കയ്യിലും ഓരോ ലഡു. ഷുഗറൊന്നും ഇല്ലാത്തവരാ. ഞാൻ പറയും എല്ലാവരും ഓരോ ലഡു നിർബന്ധമായും തിന്നണേ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ ഫീലിംഗ് എന്തായിരിക്കും? എല്ലാവരും ആ ലഡു പൂർണ്ണമായിട്ട് കഴിക്കണം എന്ന് ഞാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഇപ്പം ഈ പറഞ്ഞതുപോലെ പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങൾ മനസ്സ് തുറന്നെന്ന് പറഞ്ഞ് എന്തോ ഒരു പറ്റിക്കലുണ്ടല്ലോ അല്ലേ അല്ലേ തോന്നും. ഇത് തന്നെയാണ് നമ്മുടെ പറച്ചിലിൻ്റെ പ്രശ്നം. അപ്പോൾ എന്താ വേണ്ടത്?
പഠിപ്പിച്ച ആളോട് ചോദിക്കണം, ഈ കുട്ടിക്ക് രക്ഷിതാവ് ഏത് ഹെൽപ്പാണ് ചെയ്യേണ്ടത്. അഥവാ വീട്ടിൽ നിന്ന് പഠിപ്പിക്കൽ നടക്കാൻ പാടില്ല, ഒന്ന്. രണ്ടാമത്തത്, കുട്ടി പഠിക്കേണ്ടത് എങ്ങനെയാണ്? കുട്ടി പഠിക്കേണ്ടത്, ആ കുട്ടിക്ക് ഈ പഠനം എന്ന് പറയുന്നത് ആസ്വാദ്യകരമാണ്. പഠനം എന്ന് പറയുന്നത് ആസ്വാദ്യകരമാണ്. അത് പഠിച്ചാൽ, അത് അധ്യാപകൻ റെഡിയായാൽ ആ കുട്ടി വീട്ടിലെത്തിയാൽ ഇതെടുത്ത് കളിച്ചുകൊണ്ടേയിരിക്കും. അഥവാ കുട്ടിക്ക് എഴുതണം, കുട്ടിക്ക് വായിക്കണം, അതൊരു ഭയങ്കര രസമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു രസകരമായ ഒരു കണക്ക് പഠിച്ചാൽ അതൊന്ന് ചെയ്തു നോക്കാൻ ഒരു സുഖം ഉണ്ടാവൂലേ? രസകരമായ ഒരു സംഗതി പഠിച്ചാൽ അതൊന്ന് എഴുതി നോക്കാൻ ഒരു സുഖം ഉണ്ടാവൂലേ? ഒരു പേന നമുക്ക് കിട്ടിയാൽ എഴുതി നോക്കാൻ ഒരു രസം ഉണ്ടാവൂലേ? കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് പേന, പേപ്പർ, സ്ലേറ്റ്, പെൻസിലൊക്കെ യഥേഷ്ടം കിട്ടുക. അതുപോലെ രസകരമായി പഠിക്കാൻ ഉപയോഗപ്പെടുന്ന ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഇപ്പോൾ വീഡിയോ കിട്ടും വേണമെങ്കിൽ. ഇനി അതല്ല, ഉസ്താദുമാരൊക്കെ അത് ഫോളോ ചെയ്യുന്നവരാണ്, നല്ല ട്രെയിനിങ് കിട്ടിയവരാണ്. ഇപ്പോൾ അങ്ങനെ പഠിച്ചത് അധ്യാപകരോട് ചോദിച്ചിട്ട് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അധ്യാപകർ പറഞ്ഞുതരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ അത് ചെയ്താൽ മതി. അപ്പോൾ ഈ വാട്സപ്പിൽ കൂടുതൽ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് രക്ഷിതാക്കന്മാരാണ്. ഒക്കെ ഉസ്താദുമാരായാലും ടീച്ചേഴ്സുമാരായാലും ഒക്കെ വാട്സപ്പിൽ അത് പഠിപ്പിക്കുന്നത് അറിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ രക്ഷിതാവിനാണ് പണി, കുട്ടിക്കല്ല. അതായപ്പോൾ നിങ്ങളെ ചോദിച്ച ചോദ്യം വളരെ നല്ലതാണ്. ഞാൻ പരസ്യമായി പറയുന്നു, ഇങ്ങനൊരു അധ്യാപകരുണ്ടെങ്കിൽ അവർ തിരുത്തപ്പെടേണ്ടവരാണ്. എന്ത്? രക്ഷിതാക്കളോട് പറയാണ് നിങ്ങൾ ഇത് പഠിപ്പിക്കണം, പിന്നെ പണ്ടായി ഇതെന്തിനെങ്കിലും പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു സംവിധാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. വീട്ടിൽ വെച്ച് അത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടതാണ്. പിന്നെ എന്താ വേണ്ടത്? സ്ഥാപനത്തിൽ വെച്ച് പഠിപ്പിച്ചത് കൃത്യമാണെങ്കിൽ, ഞാൻ വെറുതെ പറയല്ല, ഞാനത് ഇൻഷാ അല്ലാഹ് ഈ സ്ഥാപന സംവിധാനങ്ങൾ ട്രെയിനിങ്ങിന് വിധേയമാകുമെങ്കിൽ ഞാൻ ധൈര്യസമേതം അതിൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി, മസ്ഊലിയത്ത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്നു, വളരെ എളുപ്പം സാധ്യമാണ്. എന്ത്? കുട്ടികൾ വീട്ടിലെത്തിയാൽ പഠിച്ചിരിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്ന ഏർപ്പാട് ശരിയല്ല. രക്ഷിതാക്കൾ പഠിപ്പിക്കണം എന്ന് പറയുന്നത് ശരിയല്ല. രക്ഷിതാക്കൾ എന്തേ ചെയ്യാവൂ? സപ്പോർട്ട് ചെയ്യുക. ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം രക്ഷിതാക്കൾ പഠിപ്പിക്കുക എന്ന് പറയുന്ന ലോജിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു ഭാഗത്ത് ആദ്യം വിദ്യാഭ്യാസം നേടുന്നു, ശേഷം അധ്യാപനത്തിന് പരിശീലനം നേടുന്നു, അതിനുശേഷം എല്ലാ മാസവും റേഞ്ചും ക്ലസ്റ്ററും ഒക്കെ നേടുന്നു. അങ്ങനെ അവർ പഠിപ്പിച്ചത് വീട്ടിൽ നിന്ന് ആരും പഠിപ്പിക്കുക. ഉച്ചാരണ രീതിയിൽ എത്രയോ വാക്കുകൾ കുട്ടികൾ പഠിക്കുന്നത് വളരെ വ്യത്യാസമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ രക്ഷിതാവ് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നല്ലൊരു ചോദ്യമാണ്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഇരുതല മൂർച്ചയുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ അടുത്ത് കേരളത്തിൽ അറിയപ്പെട്ട പ്രഗത്ഭനായ തജ്വീദ് പഠിപ്പിക്കുന്ന, ഹിസ്ബ് പഠിപ്പിക്കുന്ന അറിയപ്പെട്ടൊരു പണ്ഡിതൻ, അദ്ദേഹവും ഞാൻ ഒന്നിച്ചൊരു ദിവസം ഒരു പ്രോഗ്രാമിലിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കേണ്ട, രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം അറിയപ്പെട്ട ഹാസിബാണ്, കേരളത്തിൽ അറിയപ്പെട്ട ഹാസിബാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു ഉസ്താദ് പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയൊരു ചെറിയൊരു പിഴവ് വന്നു. ഈ പിഴവ് അദ്ദേഹം പറയാണ്, ഞാൻ യാദൃശികമായി എൻ്റെ മോളോട് തിരുത്തി പറഞ്ഞു കൊടുത്തു പോയി. അപ്പോൾ മോള് പറഞ്ഞു, ഇതെൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചതാണ്. ആ ഉസ്താദിനെയും ആ ഉസ്താദുമാരെ തീർത്തും പഠിപ്പിക്കുന്ന ആളാണ് ആര്? ഈ ബാപ്പ. പക്ഷെ ബാപ്പ എന്ത് ചെയ്യരുത്? നേരെ മോളെടുത്ത് തിരുത്തരുത്. ബാപ്പ എന്താ ചെയ്യേണ്ടത്? ആ ഉസ്താദിനെ കോണ്ടാക്ട് ചെയ്യണം, ആ ടീച്ചറെ കോണ്ടാക്ട് ചെയ്യണം. എന്നിട്ട് ആ ടീച്ചറോട് അത് തെറ്റിയിട്ടല്ല, ആരോഗ്യകരമായി പരസ്പരം ആശയവിനിമയം നടത്തണം. സതേ, അല്ലെങ്കിൽ ടീച്ചറെ ഇങ്ങനൊരു കാണുന്നുണ്ടല്ലോ, ഈ സ്പെല്ലിംഗ് അല്ലെങ്കിൽ ഈ ഹിസ്ബ് അല്ലെങ്കിൽ ഇന്ന വിഷയത്തിൽ കുട്ടിക്കൊരു ഖത്ത് കാണുന്നുണ്ട്, ഒരു പിഴവ് കാണുന്നുണ്ട്, അത് ടീച്ചർ പറഞ്ഞു തന്നതാണ് അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞു തന്നതാണെന്നാ പറയുന്നത്, എന്താണ് അവിടുത്തെ ശരി? എന്നിട്ട് ആര് തിരുത്തണം? കുട്ടിയോട് തിരുത്തേണ്ടത് ആരാ? ഉസ്താദ്, ടീച്ചർ. അല്ലാതെ ഈ ബാപ്പ എത്ര വലിയ ട്രെയിനറാണ്, ഞാൻ പറഞ്ഞ് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇതാണ് അതിൻ്റെ രീതി. നല്ല ചോദ്യം, അടിപൊളി ചോദ്യം, കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷെ നല്ല ശ്രദ്ധയോടെ, അല്ലെങ്കിൽ എന്തായി മാറും? കുട്ടി ഫൈറ്റിംഗ് പഠിക്കും. കുട്ടി ഫൈറ്റിംഗ് പഠിക്കരുത്, പരസ്പര ബഹുമാനം പഠിക്കണം. ഖത്തൊക്കെ ആർക്കും വരട്ടെ, ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ആർക്കും വരാം.
പക്ഷേ തിരുത്താനുള്ളതാണ്. ഏത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും തിരുത്താവുന്നതാണ്, ആരും എഡിറ്റബിൾ ആണ്, ആർക്കും തിരുത്താവുന്നതേ ഉള്ളൂ എന്ന ചിന്താഗതിയാണ് വിദ്യാഭ്യാസം. ഇപ്പോൾ കുട്ടികളെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കൊടുക്കുന്നത് മൊബൈലാണ്. അപ്പൊ അതിമ കളിച്ചിട്ടാണല്ലോ ഇപ്പൊ ഇന്ന് പരിപാടി കംപ്ലീറ്റ് നടക്കുന്നത്. അല്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കണില്ല, അങ്ങനെയുള്ള സംഭവം നടക്കുന്നുണ്ട്. അതിനെന്താ പരിഹാരം? അത് നല്ലൊരു ചോദ്യം. ഉമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നതാ, ശ്രദ്ധിച്ചോ, അടുത്ത ദിവസം തന്നെ ഉപകാരപ്പെടും. ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും തന്നെ ഫോൺ കൊടുക്കരുത്. എപ്പോഴാണോ വിശക്കുന്നത് അപ്പോഴേ ഭക്ഷണം കൊടുക്കേണ്ടതുള്ളൂ. എപ്പോഴാണോ വിശക്കുന്നത് അപ്പം കൊടുത്താൽ മതി. പക്ഷേ ഉമ്മമാർക്ക് ചെറിയൊരു ക്ഷമ വേണം. എന്താ, രാവിലെ 7 മണിക്ക് നമ്മൾ നാസ കഴിക്കുകയാണ്, കുഞ്ഞിന് കൊടുത്തപ്പോൾ കുഞ്ഞിന് വേണ്ട. പക്ഷേ നിങ്ങളത് ഫുൾ എടുത്തു വെക്കരുത്. കാരണം 8:30 മണിയാകുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് വിശന്നിട്ട് വരും, എനിക്ക് വീണ്ടും വേണം, പത്തിരി വേണം, അല്ലെങ്കിൽ പുട്ട് വേണം എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ അവിടെ കുട്ടിക്ക് അവൈലബിൾ ആകുന്ന രീതിയിൽ എടുത്തു വെക്കണം. എന്ത് ചെയ്യരുത്, അപ്പം നിർബന്ധിച്ച് കഴിപ്പിക്കരുത്. കഴിച്ചാൽ കുട്ടിക്ക് ഉപകരിക്കൂല. 2 രീതിയിൽ ഉപകരിക്കൂല. ഒന്ന്, ഫോൺ ഉപയോഗിച്ചാൽ കുട്ടി ചിലപ്പോൾ കഴിച്ചെന്നിരിക്കും, കുട്ടിയുടെ ദഹന പ്രക്രിയ മാരകമായി കേടാകാൻ ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടെന്നറിയോ, ഈ ആമാശയത്തിൽ കഴിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ നിങ്ങൾ കേക്ക് കഴിക്കുകയാണ്, ഇത് ദഹിക്കണമെങ്കിൽ നിങ്ങൾ ഈ കേക്ക് കഴിക്കുകയാണെന്ന ബോധ്യത്തോടെ കഴിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ആമാശയത്തിലേക്ക് അത് ദഹിപ്പിക്കാൻ ആവശ്യമായ ദഹനരസം, അതിനാവശ്യമായ ആസിഡ്, അതിൻ്റെ ഗ്ലാൻഡിൽ നിന്ന്, ഗ്രന്ഥിയിൽ നിന്ന്, അഥവാ വൃക്കയുടെ മേലെ ഒരു തൊപ്പിയ ആവരണം പോലെ ഒരു ഗ്രന്ഥി കാണാം. ഈ ഗ്രന്ഥിയിൽ നിന്ന് അതിനാവശ്യമായ ആസിഡ് ആമാശയത്തിലേക്ക് വരണം. അത് വരണമെങ്കിൽ നിങ്ങൾ ഫോൺ എന്തോ കണ്ടുകൊണ്ട്, ഡയാനയോ മറ്റോ ഇതെല്ലാം കണ്ടുകൊണ്ട് ആ ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് കുട്ടിയുടെ ദഹനത്ത് ഉപകരിക്കുകയില്ല. കുട്ടിക്ക് ദഹന പ്രക്രിയ കേടാകും, അത് കുട്ടിയുടെ വയറ് കേടാകും, തല കേടാകും, ശരീരം മൊത്തത്തിലും കേടാകാൻ അത് കാരണമാകും. പൊണ്ണത്തടി വരാൻ, ഒബിസിറ്റി വരാൻ അത് കാരണമാകും. 1. 2, രണ്ടാമത്തെ ഒരു വിഷയം എന്താ, രണ്ടാമത്തത്, ഈ കുട്ടികൾക്ക് നിങ്ങൾ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചാൽ ഭക്ഷണത്തോട് മടുപ്പുണ്ടാകാൻ അത് കാരണമാകും. ഭക്ഷണത്തോട് മടുപ്പുണ്ടാകാൻ, ആമാശയത്തിൽ ഭക്ഷണം എത്തിയതിന് ശേഷം അവിടെയുള്ള പ്രക്രിയകൾ കഴിഞ്ഞ് അത് വൻകുടലിലേക്കും ശേഷം ചെറുകുടലിലേക്കും എത്തുന്ന സമയത്ത് അവിടെ കുറേ പ്രക്രിയകൾ നടക്കാനുണ്ട്. ഇതെല്ലാം കേടാകാൻ ചാൻസ് ഉണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കൊടുത്താൽ. അതുകൊണ്ട് എപ്പോഴേ ഭക്ഷണം കൊടുക്കണ്ടു, വിശക്കുമ്പോൾ. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, അവർ കഴിച്ചോളൂ. ജസ്റ്റ് വെയിറ്റ് ചെയ്താൽ മതി, കഴിച്ചോളൂ. എന്നിട്ട് കഴിക്കുന്നില്ല, അങ്ങനെയും അവർ വെയിറ്റ് ചെയ്തിട്ടും അവർക്ക് വിശപ്പ് വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പീഡിയാട്രിസ്റ്റിനെ, അതും അത്യാവശ്യം നിപുണരായ പീഡിയാട്രിസ്റ്റിനെ കാണണം. എന്നിട്ട് അഭിപ്രായങ്ങൾ തേടണം. അല്ലാതെ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കരുത്, ഫോണ് കയ്യിൽ കൊടുത്തിട്ട് ഭക്ഷണം കഴിപ്പിക്കരുത്. കേടാണ്, കേടാണ്, കേടാണ്. മർഹബൻ. ഇപ്പോൾ ഉസ്താദ്മാർക്ക് ഇപ്പോൾ ഒരു ജോലിയുണ്ട്. വൈകുന്നേരം ആയാൽ ഞാൻ ഇന്ന് പഠിത്ത പാഠങ്ങൾ ഓതി അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഓതി അറിയിക്കാൻ വേണ്ടി കുട്ടികളോട് പറയും. അപ്പോൾ കുട്ടികളിപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാവർക്ക് അതൊരു പണിയാണ് സംഗതി. അതിനെന്താ പരിഹാരം? അതൊരു പ്രോത്സാഹനജനകമാണെന്നാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്തെന്നറിയോ, ഒരു ഫോണിൽ ഓതി അയക്കുമ്പോൾ അത് ഒന്ന്